വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ മക്കളെല്ലാവരും നമ്മുടെ NMMS എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് ഇതാ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതായത് സ്ഥിത വൈദ്യുതി എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു കുഞ്ഞു ക്ലാസ് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ചാർജ് ഓഫ് ആൻ ആറ്റം വിച്ച് ലോസസ് ഇലക്ട്രോൺ ഈസ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന്റെ ചാർജ് ഏതാണ്? നമ്മൾ പല രീതിയിൽ ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ഉള്ളതാക്കി മാറ്റാനായിട്ട് പറ്റും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിലാദ്യം നമ്മൾ പഠിച്ചതായിരുന്നു ചാർജിങ് ബൈ റബ്ബിങ്, അതായത് ഉരസുന്നത് വഴി അല്ലെങ്കിൽ ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന ചാർജുകൾ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്കറിയാം, ഏത് ഒബ്ജക്റ്റ് ആണോ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നത് അതിന് പോസിറ്റീവ് ചാർജും, ഏത് ഒബ്ജക്റ്റ് ആണോ ആ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത് അതിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഏതാണ്? പോസിറ്റീവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, അതായത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഇനി അടുത്ത ചോദ്യം: ദ ആക്ഷൻ ഓഫ് ന്യൂട്രലൈസിംഗ് ദ ചാർജ് ഓഫ് എ ബോഡി. ഒരു വസ്തുവിന്റെ ചാർജ് നിർവീര്യമാവുന്ന പ്രവർത്തനം ഏതാണ്? അപ്പൊ ഈ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഉത്തരങ്ങൾ പറയാനായിട്ട് പറ്റും. ഒന്ന് ഏതാണ്? നമ്മുടെ ഡിസ്ചാർജിങ്. ഓക്കെ, ഡിസ്ചാർജിങ്ങിലൂടെ എന്ത് ചെയ്യാണ്, ചാർജിനെ നമ്മൾ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് എർത്തിങ്. എർത്തിങ്ങിലും നമ്മൾ ചാർജിനെ നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഓപ്ഷൻ എല്ലാം ഒന്ന് കൃത്യമായിട്ട് നോക്കിയാൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് എയും സിയും. അപ്പൊ പെട്ടെന്ന് ഇതുപോലെ ഒരു ചോദ്യം വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്ചാർജിങ് കണ്ടതുകൊണ്ട് ബാക്കി ഓപ്ഷൻസ് ഒന്നും നോക്കാതെ ചാടി കയറി മക്കൾ എന്ത് ചെയ്യരുത്, കറക്റ്റായിട്ട് ടിക്ക് ഇടാനൊന്നും പോവരുത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതാണ്: എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നമുക്കറിയാലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്കോപ്പ്. ഇലക്ട്രോസ്കോപ്പ് എന്തിനാണ് സഹായിക്കുന്നത്? ഇലക്ട്രോസ്കോപ്പിന്റെ അടുത്തോട്ട് നമ്മളൊരു ചാർജ് ഉള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ അതിന്റെ ദളങ്ങൾ ഇങ്ങനെ വികർഷിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വസ്തുവിന് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരായിരുന്നു ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരവും നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഇഫ് എ പോസിറ്റീവ്ലി ചാർജ്ഡ് ഒബ്ജക്റ്റ് ഈസ് എർത്ത്, വെൻ വിൽ ദ ഇലക്ട്രോൺ ഫ്ലോ. പോസിറ്റീവ് ചാർജുള്ള വസ്തുവിനെ എർത്ത് ചെയ്താൽ ഇലക്ട്രോൺ പ്രവാഹം എങ്ങോട്ടായിരിക്കും? അപ്പൊ നമുക്ക് നോക്കാം. യെസ്, ഇതാണ് പോസിറ്റീവ് ചാർജുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. ഇതിനെ നമ്മളിത് എർത്ത് ചെയ്യുവാണ്. എർത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാലേ, നമ്മുടെ എർത്ത് എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ ബാങ്ക് ആണ്. അപ്പോൾ എർത്തിങ്ങിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് നടക്കുന്നത്. ഒന്നെങ്കിൽ എന്തായിരിക്കും, എർത്തിൽ നിന്ന് ഒബ്ജക്റ്റിലേക്ക്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൽ നിന്ന് എർത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എർത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണം, ന്യൂട്രൽ ആക്കണം. ന്യൂട്രൽ ആക്കണമെങ്കിൽ നമുക്ക് വേണം, നെഗറ്റീവ് ചാർജ് വേണം. അപ്പൊ നെഗറ്റീവ് ചാർജ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് വരുന്നത്? യെസ്, നമ്മുടെ എർത്തിൽ നിന്നും ഒബ്ജക്റ്റിലേക്കാണ് വരുന്നത്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി, ഫ്രം എർത്ത് ടു ഒബ്ജക്റ്റ്. ഭൂമിയിൽ നിന്നും വസ്തുവിലേക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് സിസ്റ്റം ക്യാൻ സ്റ്റോർ ഇലക്ട്രിക് ചാർജ്. വൈദ്യുത ചാർജ് സംഭരിച്ചു വെക്കാൻ പറ്റുന്ന സംവിധാനം ഏതാണ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ഏതാണ്? ഏതാണ് മക്കളെ? നമ്മുടെ കപ്പാസിറ്റർ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ദാ പിടിച്ചോ: ദ പ്രോസസ് ഓഫ് ചാർജിങ് എ ബോഡി ബൈ ദ ആക്ച്വൽ കോൺടാക്ട് ഓഫ് എ ചാർജ്ഡ് ബോഡി ഈസ് കോൾഡ്. ചാർജ് ചെയ്തൊരു വസ്തുവിന്റെ സ്പർശനം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിന് നമ്മളൊരു പേര് പറയുമായിരുന്നു. ഇപ്പൊ ഉരസൽ വഴി ചാർജ് ലഭിക്കുന്നതിന് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ചാർജിങ് ബൈ ഫ്രിക്ഷനോ അല്ലെങ്കിൽ ഉരസൽ മൂലം ഉണ്ടാവുന്ന ചാർജിങ് അല്ലെങ്കിൽ ചാർജിങ് ബൈ റബ്ബിംഗ് ഒക്കെ നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആക്ച്വൽ കോൺടാക്റ്റിൽ വരുന്നുണ്ട്. അതായത് ഒരു ചാർജ് ഉള്ള ബോഡി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ചാർജ് ഇല്ലാത്തൊരു ബോഡിയുമായിട്ട് നമ്മൾ ടച്ച് ചെയ്യുന്നു. അങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് ചാർജുള്ള ബോഡിയാണോ ടച്ച് ചെയ്തത് ആ ഒരു ചാർജ് തന്നെയായിരിക്കും ആ ഒരു ഒബ്ജക്റ്റിന് കിട്ടുന്നത്. അതിന് നമ്മളൊരു പേര് പറയുമായിരുന്നു. ഏതായിരുന്നു? കണ്ടക്ഷൻ. ഏതാണ് മക്കളെ? കണ്ടക്ഷൻ, അല്ലെങ്കിൽ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ഒരു ചോദ്യം ഇതാണ്: യൂണിറ്റ് ഓഫ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഏതാണ്? യൂണിറ്റ് ഏതാണ്? കൂളം ഉണ്ട്, അതുപോലെ തന്നെ ഹെൻറി, വോൾട്ട്, ഫാരഡ്. നമുക്കറിയാം ഇലക്ട്രോണിന്റെ യൂണിറ്റ് ഏതാണ്? കൂളമാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഏതാണ്? ഫാരഡ് ആണ്. ഓക്കെ, അപ്പൊ കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഏറ്റവും ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന NMMSന്റെ കൂടെ തന്നെ നമുക്കിനി ക്രിസ്മസ് എക്സാമിന് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. സോ അതിനുവേണ്ടി നിങ്ങൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ നമ്മുടെ യോധ ബാച്ചിൽ ഇപ്പം 30% ഡിസ്കൗണ്ട് ഉണ്ട്. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുവരെ ജോയിൻ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ
എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് NMMSും ക്രാക്ക് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാമും ക്രാക്ക് ചെയ്യാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.